സ്വർഗത്ത് പോകാനിരിക്കുന്നവന്മാരാണ്. പക്ഷെ ഒന്ന് മരിക്കാൻ പറഞ്ഞാൽ അപ്പ ബഹളം വയ്ക്കും, ആശുപത്രിയിൽ പോകും. ഇവിടെ സ്വർഗത്തിൽ പോകുന്നവന്മാരെ നമ്മളെന്തിനാ കരയുന്നേ? സ്വർഗത്ത് പോകുന്ന സമയത്ത് നമ്മളെന്തിനാണ് കരയുന്നത്? സ്വർഗത്ത് വിശ്വാസികൾ ആരും കരയേണ്ട കാര്യമേ ഇല്ലല്ലോ. ശരിക്കും ആഹ്ലാദിക്കുകയല്ലേ വേണ്ടത്. മിസ്റ്റർ മാങ്കമ്പ് വാസു, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കാണണം, ചികിത്സിക്കണം, അസുഖം ഭേദമാക്കണം. അല്ലാതെ അസുഖം വന്നവൻ ഇവിടെ കിടന്ന് വേദന സഹിച്ചു പിടിച്ചിട്ട് മരിക്കാനല്ല ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. അതിനെയാണ് ഈ ഭൂമിയിൽ ആശുപത്രിയും ഡോക്ടർമാരെയെല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ അസുഖം വന്ന് മയ്യത്തായി മേലോട്ട് പോകണവനല്ല സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്നത്. അത് പടച്ചിറപ്പിന്റെ കീഴിലുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ മിസ്റ്റർ മാങ്കമ്പ് വാസുവിന്? അടുത്ത പറ. ഇത് വായിക്കുകയല്ലേ ചെയ്യേണ്ടത്. തമിഴ്നാട്ടുകാർ പുല്ലുപോലെ അത് ചെയ്യും. ആളുകൾ മെനക്കെട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നും മരണം വളരെ സ്വാഭാവികമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് തമിഴ്നാട്ടിലുള്ളവരെല്ലാവരും ഡാൻസ് ചെയ്യും, പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നത്. മിസ്റ്റർ ഗുഡുകുടാനന്ദൻ, തമിഴ്നാട്ടുകാർ മയ്യത്തിന് മുന്നിൽ ഡാൻസ് ആടുന്നതും പാട്ട് പാടുന്നതും തപ്പട്ട അടിക്കുന്നതും സ്വർഗത്തിൽ പോകുന്ന സന്തോഷം കൊണ്ടൊന്നല്ല. ആ മരിച്ചുപോയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ സന്തോഷവും ദുഃഖവും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടത്. അയാളുടെ അവസാന യാത്ര സന്തോഷത്തോടു കൂടിയും പാട്ടുപാടിയും ഡാൻസ് ആടിയും അയാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളൊരു നെയ്യത്തോടു കൂടിയാണ് തമിഴ്നാട്ടുകാർ മയ്യത്തിന്റെ മുന്നിൽ ഡാൻസ് ആടുകയും പാട്ടുപാടുകയും ചെയ്യുന്നത്. അല്ലാതെ സ്വർഗത്തിൽ പോകുന്ന സന്തോഷം കൊണ്ടൊന്നല്ല ഈ തമിഴ്നാട്ടുകാർ മയ്യത്തിന്റെ മുന്നിൽ ഡാൻസ് ആടുകയും പാട്ടുപാടുകയും ചെയ്യുന്നത്. ആദ്യം അത് മനസ്സിലാക്കണം ഗുഡുകുടാനന്ദൻ. 10 പൈസന്റെ വിവരമില്ലെങ്കിലും വലിയ വിവരമുള്ളവനാണെന്നാണ് ആശാന്റെ ധാരണ. എന്ത് ചെയ്യാൻ പറ്റും? നാഞ്ഞോളും പടമെടുക്കും, അങ്ങനെയല്ലേ പറയാറുള്ളത്? അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ്. ആദ്യം ലോകമൊക്കെ ഒന്ന് പഠിക്കാസാണ്, എന്നിട്ട് ചിലക്കാസാണ്.